ഓം ജയ് സായിറാം. നമഃശിവായ. ഈ രാധാഭായിയുടെ ഈ ജലപാനം പോലുള്ള കഴിക്കാതെയുള്ള ഉപവാസം കണ്ട് ഭയന്നിട്ട് ശ്യാമ ഭഗവാനോട് ചോദിച്ചു, ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ, ഭഗവാനൊരു അനുഗ്രഹം കൊടുത്തുകൂടെ അപ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞപ്പോൾ ശ്യാമയുടെ ആ പ്രിയഭക്തനായിട്ടുള്ള ശ്യാമയുടെ പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞ് കൃപാമയിയായ സായീശ്വരി ആ അമ്മയെ മസ്ജിദിലേക്ക് വിളിപ്പിച്ചു. ബാബ അവരോട് സ്നേഹപൂർവ്വം പറഞ്ഞു, അമ്മേ, എന്തിനാണ് ഈ ഉപവാസം? എന്തിനാണ് ഈ വിലയേറിയ ജീവിതം ഇങ്ങനെ ക്ലേശിപ്പിക്കുന്നത്? പ്രായമുള്ള ഏതൊരു സ്ത്രീയെയും ബാബ അമ്മയെന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് അമ്മയെന്ന് വിളിച്ചത് ഭഗവാൻ. അതുപോലെ തന്നെ പുരുഷന്മാരെ കാക്കാന്നോ ബാപ്പൂന്നോ ബായി എന്നൊക്കെയാണ് വിളിക്കുക. അമ്മേ, ഇങ്ങനെ സ്വയം പീഡിപ്പിക്കരുത്, എനിക്ക് നൊമ്പരമാകും. അമ്മ ഇങ്ങനെ ഉപവാസം എടുത്ത് ശരീരം വിഷമിക്കുമ്പോൾ ഭഗവാൻ പറയണം, അത് എനിക്കും കൂടെ ഒരു വിഷമാകും എന്ന് പറയാണ്. എനിക്ക് നിങ്ങൾ മാതൃതുല്യയാണ്, ഞാൻ മകനുമല്ലേ. ഞാനൊരു അത്ഭുതകരമായ സംഭവം പറയാം, ദയവായി കേൾക്കുമോ? ഈ അമ്മേനെ മസ്ജിദിലേക്ക് വിളിപ്പിച്ചിട്ട് ഭഗവാൻ പറയാണ്, എനിക്കൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. മഹായോഗീശ്വരനും പരമ ദയാലുവുമായിരുന്നു അദ്ദേഹം. എത്രയോ കാലം ഞാൻ അവിടുത്തെ സേവിച്ചു, പരിചരിച്ചു. ഒരിക്കൽ പോലും ഗുരുനാഥൻ എൻ്റെ കാതിൽ മന്ത്രമോദിയില്ല. ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ ഉപവാസം എടുക്കണേ. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്തു ത്യാഗം ചെയ്തിട്ടാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിൽ നിന്നും ഉപദേശം ലഭിക്കണം. അതെൻ്റെ തീവ്രമായ ആഗ്രഹമായിരുന്നു. സായി ഭഗവാന്റെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ടുള്ള കഥയെ പറയണേ. സായിയുടെ ഗുരുവിൽ നിന്നും സായി ഭഗവാന് ഒരു ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. എന്നാൽ എൻ്റെ ഗുരുനാഥന് അദ്ദേഹത്തിൻ്റെതായ രീതി ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം എന്നോട് ദക്ഷിണയായി 2 പൈസ ആവശ്യപ്പെട്ടു. എല്ലാം ഉള്ളവനായ എൻ്റെ ഗുരുനാഥന് എന്തിന് 2 പൈസ എന്ന് സംശയിക്കണ്ട. അദ്ദേഹം 2 പൈസ എന്ന് ആവശ്യപ്പെട്ടത് വിശ്വാസവും ക്ഷമയുമാണ്. ഈ 2 പൈസയായിരുന്നു അവിടത്തേക്ക് വേണ്ടിയിരുന്നത്. ഞാൻ അത് നൽകി. അദ്ദേഹം അതോടെ പരമസന്തുഷ്ടനായി. വിശ്വാസവും ക്ഷമയും ഗുരു ശിഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇതില്ലാതെ എങ്ങനെ ഗുരുവിന് ശിഷ്യനെ രക്ഷിക്കാനാവും? ക്ഷമയും വിശ്വാസവും ഉണ്ടാവും, എന്നാൽ മാത്രമാണ് ശിഷ്യനെ ഗുരുവിനെ രക്ഷിക്കാൻ പറ്റുക എന്ന് പറയാണ്. 12 വർഷത്തോളം ഞാൻ എൻ്റെ ഗുരുനാഥനെ ആശ്രയിച്ചു. അവിടുന്ന് എന്നെ സ്നേഹപൂർവ്വം വളർത്തി. ആഹാരത്തിനും വസ്ത്രത്തിനും ഒരിക്കലും മുട്ടുവരുത്തിയില്ല. ശിശുവിനെ പോൽ അദ്ദേഹം പരിപാലിച്ചു. ഒരു കുട്ടിയെപ്പോലെയാണ് സായി ഭഗവാന്റെ ഗുരുനാഥൻ സായിനെ പരിചരിച്ചു എന്ന് പറയാണ്. പ്രേമസ്വരൂപനായിരുന്നു എൻ്റെ ഗുരുനാഥൻ. അത്തരം ഗുരുക്കന്മാർ വളരെ വളരെ വിരളം. ആ സാമീപ്യത്തിൽ ഞാൻ അനുഭവിച്ച ആനന്ദം ആർക്ക് എങ്ങനെ വർണ്ണിക്കാനാകും? സായി ഭഗവാന്റെ ഗുരു വളരെ സ്നേഹനിധിയായിട്ടുള്ള ഒരു ദേഹമായിരുന്നു. അദ്ദേഹം സായിനാഥനെ സ്വന്തം മകനെ പോലെ അത്രയധികം സ്നേഹിച്ചു വളർത്തി എന്നാണ് പറയണത്. അതിലിങ്ങനെ ആനന്ദിച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ. അതെങ്ങനെ ആർക്കും എങ്ങനെ വർണ്ണിക്കാനാവും എന്ന് പറയണം ഭഗവാൻ. ഈ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. രാപ്പകൽ ഞാൻ വിശപ്പ് പോലും അറിഞ്ഞില്ല. അവിടുത്തെ മിഴികളിൽ നോക്കി അതിൽ ഊറി വരുന്ന പ്രേമവും പാനം ചെയ്ത് ഞങ്ങളെല്ലാം മറന്നിരിക്കും. എനിക്ക് അവിടുത്തെ കൂടാതെ നിമിഷം പോലും കഴിയുക അസാധ്യമായി. ഗുരുവിനെ കൂടാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി സായിനാഥന്. ഗുരുനാഥനും ഇത് തന്നെയായിരുന്നു എന്നിൽ നിന്നും പ്രതീക്ഷിച്ചത്. എന്നെ അല്ലാതെ മറ്റൊന്നും അവിടുന്ന് ആഗ്രഹിച്ചില്ല. പക്ഷേ എന്നെ സമസ്ത ക്ലേശങ്ങളിൽ നിന്നും അവിടുന്ന് സദാ സംരക്ഷിച്ചു പോന്നു. ഒരിക്കലും അവിടുത്തെ പ്രേമം ഒരിറ്റുപോലും കുറഞ്ഞിരുന്നില്ല. തള്ളയാമ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും പോഷിപ്പിക്കുന്നതും എങ്ങനെയാണ്? ആമയുടെ പ്രേമാർദ്രമായ ദൃഷ്ടി കൊണ്ടാണ് ആമ കുട്ടികളെ പരിപോഷിച്ചിരുന്നത്. പ്രേമമൊഴുകുന്ന ആ കടാക്ഷമാണ് ആമക്കുഞ്ഞുങ്ങളുടെ രക്ഷാകവചം. അതുപോലെ തൃക്കൺ കടാക്ഷമാകുന്ന പ്രേമീയൂഷത്താലാണ് ഗുരുനാഥൻ എന്നെ പരിപാലിച്ചത്. അമ്മേ,
ഈ മസ്ജിദിൽ ഇരുന്ന് ഞാൻ സത്യമാണ് പറയുന്നത്. എൻ്റെ കൃപാലുവായ ഗുരുനാഥൻ ഒരിക്കലും എൻ്റെ കാതിൽ മന്ത്രം ഉപദേശിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അമ്മയ്ക്ക് മന്ത്രം ഉപദേശിക്കും? തള്ളയാമ്മയോടുള്ളതുപോലെയുള്ള ഗുരുകടാക്ഷം മാത്രം അമ്മ നേടിയാൽ മതി. മന്ത്രോപദേശമോ മറ്റോ ലഭിക്കാനായി വാശി പിടിക്കരുത്. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ആമ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആമ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ആമ. ആ നോട്ടമാണ് ആ കുഞ്ഞുങ്ങളുടെ പരിരക്ഷ. അതുപോലെയായിരുന്നു സായി ഭഗവാനും ഗുരുവിനെ നോക്കിയിരിക്കുക, ഗുരു സായിനെ നോക്കിയിരിക്കുക. പക്ഷെ ഒരു കാരണവശാലും ഒരു സമയത്ത് പോലും സായി ഭഗവാന് ഗുരു മന്ത്രം ഉപദേശിച്ചിട്ടില്ല എന്നാണ് ഭഗവാൻ പറയണത്. അങ്ങനെ ഭഗവാന് മന്ത്രം കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് അപ്പൊ ഈ അമ്മ ഈ ഉപവാസം എടുക്കണത് മന്ത്രോപദേശം കിട്ടാൻ വേണ്ടിയില്ല. അപ്പൊ ഭഗവാൻ പറയണേ എനിക്കേ മന്ത്രോപദേശം കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടാത്ത മന്ത്രോപദേശം ഞാൻ എങ്ങനെ അമ്മയ്ക്ക് തരിക എന്ന് ചോദിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല എന്ന് പറയാണ് ഭഗവാൻ അമ്മയോട്. ചെല്ലൂ, പോയി എന്തെങ്കിലും കഴിക്കൂ, ജീവൻ അപകടത്തിലാക്കരുത്. അതായത് അമ്മ ജലപാനം പോലും ഇല്ലാതിരിക്കുകയാണ് ഉപവാസത്തില്. ഭഗവാൻ പറയാണ് പോയിട്ട് ഇത്രയും കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം ഭഗവാൻ പറയാണ് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കൂ, ജീവൻ അപകടത്തിലാക്കരുത് എന്ന് പറയാം. എന്നിൽ ഉറച്ചു വിശ്വസിക്കൂ, തീർച്ചയായും പുരോഗതി നേടാനാകും. അനന്യമായ ഭക്തിയോടെ എന്നെ തേടൂ, ആരാധിക്കൂ, അങ്ങനെയുള്ളവരെ ഞാൻ പരിരക്ഷിക്കും. ഭഗവാനിൽ സറണ്ടർ ആവാൻ പറയാണ് ഭഗവാൻ, വേറൊന്നുമല്ല. ശാസ്ത്രങ്ങളും മറ്റും പഠിച്ച് കാലം കളയണ്ട. ഗുരുവാണ് രക്ഷകനും ശിക്ഷകനും എന്നുള്ള ഉറച്ച വിശ്വാസം മാത്രം മതി. ഗുരുനാഥന്റെ ഈ മഹത്വം അറിഞ്ഞ് അവിടുന്ന് തന്നെയാണ് ഹരനും ഹരിയും പരബ്രഹ്മവുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവൻ അനുഗ്രഹീതനാണ്. സായീശ്വരന്റെ വചനാമൃത ധാര വൃദ്ധയെ ആശ്വസിപ്പിച്ചു. അവരുടെ സംശയങ്ങൾ അകന്നു, കാര്യങ്ങൾ മനസ്സിലായി. ആ തൃച്ചേവടികളിൽ ശിരസ്സു ചേർത്ത് ആ അമ്മ ഉപവാസം അവസാനിപ്പിച്ചു. ഭഗവാൻ ഇത്രയും കഥയും പറഞ്ഞു കൊടുക്കുകയാണ്. ആലോചിച്ചു, ഭഗവാന്റെ ആ വായിൽ നിന്നും വരുന്ന ശബ്ദധാര, എന്താ പറയുക, അമൃതധാരയാൽ കിട്ടുന്ന ആ ഒരു വചനങ്ങൾ കേൾക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ എത്രയോ മഹാഭാഗ്യമാണത്. ശ്യാമ പറഞ്ഞ കഥ കേട്ട് ഞാൻ വല്ലാതായി. ഈ സന്ദർഭത്തിൽ ആ കഥയുടെ പ്രാധാന്യം മനസ്സിലായി. ശരീരം കുളിരേകി, തൊണ്ടയിടറി. ഭാവിയുടെ കൃപയോർത്ത് കണ്ണുകളിൽ നനവൂറി. എൻ്റെ വല്ലാത്ത മൗനവും ഭാവവും കണ്ട് ശ്യാമ ചോദിച്ചു, എന്തുപറ്റി? എന്തേ ഒന്നും മിണ്ടാതിരിക്കുന്നു? ഇങ്ങനെ എത്രയേറെ ലീലകളാണ് പറയാനുള്ളതെന്നോ? സായീശ്വരൻ്റെ കഥകൾ അനന്തമാണ്. സായി ലീലകൾ ആർക്കു പറഞ്ഞു തീർക്കാനാകും? ശ്യാമ സംസാരിക്കവേ മസ്ജിദിൽ മണിമുഴങ്ങി. മധ്യാഹ്ന ആരതി. ഞങ്ങൾ ഉടൻ തിരക്കിട്ട് മസ്ജിദിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ ആരതി നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ശ്യാമ എൻ്റെ കയ്യും പിടിച്ചു വലിച്ച് ബാബയുടെ മുന്നിലെത്തി. ശ്യാമ അവിടുത്തെ വലതു ഭാഗത്തിരുന്നു. എന്നെ ബാബയുടെ മുന്നിലും ഇരുത്തി. അതീവ വാത്സല്യത്തോടെ അവിടുന്ന് എനിക്കൊരു കടാക്ഷം നൽകി. പിന്നെ ചോദിച്ചു, ശ്യാമ നൽകിയ ദക്ഷിണ കൊണ്ടുവരൂ. ബാബ ശ്യാമ രൂപയ്ക്ക് പകരം നമസ്കാരങ്ങളാണ് നൽകിയത്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഓ ശരി, നിങ്ങൾ സംസാരിച്ചുവോ? എന്താണ് സംസാരിച്ചത്? എന്തിനെക്കുറിച്ചാണ്? എല്ലാം എന്നോട് വിശദീകരിക്കൂ. ഡോക്ടറോട് പറയണതാണ്. ആരതിയുടെയും മണിയുടെയും ശബ്ദം മുഴങ്ങുന്നതിനിടയിലും ഞാൻ സന്തോഷത്തോടെ അനുഭവം വിവരിക്കാൻ തുടങ്ങി. ബാബയോട് അവിടെ പോയി ശ്യാമ പറഞ്ഞ കഥകളൊക്കെ വിവരിക്കുകയാണ്. ബാബ ഔത്സുക്യത്തോടെ കഥ കേൾക്കാൻ മുന്നോട്ടാഞ്ഞു. ബാബ, ശ്യാമ വിവരിച്ചതെല്ലാം വിസ്മയകരമായ ലീലകളാണ്. എനിക്കതെല്ലാം കേട്ട് വലിയ സന്തോഷമായി. ആ വൃദ്ധയുടെ കഥയാണ് എന്നെ ഏറ്റവും സ്പർശിച്ചത്. ആ കഥയിലൂടെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. അത് മുഴുവനും എന്നോട് പറയും. അവിടുന്ന് ഉത്സാഹത്തോടെ തുടർന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാബ പറയാണ് മുഴുവൻ പറയാൻ. നീ എങ്ങനെയാണ് അനുഗ്രഹീതനായത്?
ഞാൻ കുറച്ച് മുമ്പ് കേട്ട കാര്യങ്ങൾ വിവരിച്ചു. അത് കേട്ട് സായീശ്വരൻ സന്തുഷ്ടനായി. എത്ര മധുരമായ കഥ! ഇത് നീ മനസ്സിൽ സൂക്ഷിക്കൂ. നിനക്ക് സംഭവത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായു? അപ്പോൾ പറഞ്ഞു, ഉവ് ബാബ, എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ ആകുലതകൾ അകന്നു, മനം ശാന്തമായി, സംശയവും സങ്കടവും പോയി, ശരിയായ മാർഗം എനിക്ക് വ്യക്തമായി എന്ന് പറയാണ് ഡോക്ടർ. ബാബ ഗംഭീരത്തോടെ അരുളി, എൻ്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. ഈ കഥ ഒരിക്കലും മറക്കരുത്. നിനക്കത് വളരെയേറെ ഗുണം ചെയ്യും. ബാബ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനോട്. ആത്മജ്ഞാനം ലഭിക്കാൻ ധ്യാനം ആവശ്യമാണ്. സകല ചരാചരങ്ങളിലുമുള്ള ഭഗവാനെ ധ്യാനിക്കൂ. അപ്പോൾ നിന്റെ മനസ്സ് ഉറയ്ക്കും, ജീവിത ലക്ഷ്യം നേടുവാനുമാകും. എന്നിലെ തത്വത്തെ നിരന്തരം സ്മരിക്കൂ. നിനക്കിതിന് കഴിയുന്നില്ലെങ്കിൽ ഇരവു പകൽ ഈ രൂപം നിരന്തരം സ്മരിക്കുക. എന്നെ കേശാദിപാദവും പാദാദികേശവും ഓർക്കൂ. ഭഗവാനെ പൂർണ്ണമായിട്ടും ഓർക്കാൻ പറയുകയാണ്. അപ്പോൾ ധ്യാനവും ധ്യാനിക്കുന്നവനും ധ്യാന വിഷയവും ഒന്നായി മാറും. മനസ്സ് സൂക്ഷ്മമാകും. അതോടെ നിനക്ക് ബ്രഹ്മജ്ഞാനവും സിദ്ധിക്കും. ഇപ്പോൾ ഇദ്ദേഹം ബ്രഹ്മജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ അതിന് അവിടുന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് ഇതിൽ വിവരിക്കണേ. ആമയുടെ കഥ നിനക്കറിയുമല്ലോ. തള്ളയാമ പുഴയുടെ ഇങ്ങേക്കരയിൽ, കുഞ്ഞുങ്ങൾ അക്കരയിലും. ആമ കുഞ്ഞുങ്ങൾക്ക് പാലോ ഭക്ഷണമോ കൊണ്ടു കൊടുക്കുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സദാ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ തള്ള ആമയുടെ ദൃഷ്ടി എപ്പോഴും ആമ കുഞ്ഞുങ്ങളിലായിരിക്കും. ആ ദയാദൃഷ്ടി അവയ്ക്ക് വേണ്ടുന്ന ഊർജമേകുന്നു, സംരക്ഷണവും നൽകുന്നു. അങ്ങനെ ആമ കുഞ്ഞുങ്ങൾ വളരുന്നു. ഇതുപോലെയാണ് ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധവും. ബാബ ഈ അഭയവാണികൾ അരുളുമ്പോൾ ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു ജയ് എന്ന ശബ്ദം മുഴങ്ങി. ഭക്തന്മാർ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും ജോഗ് പതിവ് പോലെ ബാബയുടെ തൃക്കൈകളിൽ കൽക്കണ്ടം സമർപ്പിച്ചു. അവിടുന്ന് അത് അതേപടി എൻ്റെ കയ്യിലേക്ക് പകർന്ന് കൊണ്ട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതെല്ലാം മനസ്സിൽ സൂക്ഷിക്കൂ. കൽക്കണ്ടം പോലെ നീയും മധുരമായി തീരും. നിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. നീ അനുഗ്രഹീതനാകും. ബാബയുടെ ഈ അഭയവാണികൾ കേട്ട് ഞാൻ തരളിതനായി. കൂപ്പുകൈകളോടെ ബാബയെ പ്രണമിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, സ്വാമി, മറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അവിടുത്തെ അനുഗ്രഹം ഒന്നു മാത്രം മതി. സമസ്താപരാധങ്ങളും പൊറുക്കണേ. ഈ കഥ സ്മരിക്കൂ, നിരന്തരം ചിന്തിക്കൂ, ഇത് തന്നെ ധ്യാനിക്കൂ. അപ്പോഴൊക്കെ പരമാനന്ദം നിനക്ക് അനുഭവപ്പെടും. ഇതിൻ്റെ സാരം ഹൃദയത്തിൽ സൂക്ഷിക്കൂ. നിന്റെ പാപങ്ങളെല്ലാം കഴുകപ്പെടുന്നു പറയാണ് ഭഗവാൻ. ഊറ്റൻ തിരമാലകൾ തീരത്തടിഞ്ഞ് തകർന്ന് കുമിളകളും നുരകളുമായി തീരുന്നത് കണ്ടിട്ടില്ലേ? സത്യത്തിൽ കടലും തിരയും കുമിളകളും നുരയും ഒന്നു തന്നെയാണ്. വിഭിന്ന രൂപത്തിൽ അതെല്ലാം പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രം. കടൽ തന്നെയാണ് തിരയായതും നുരയായതും കുമിളയായതും. ഇതുപോലെ പ്രപഞ്ചത്തിൽ ഈ കാണുന്നതെല്ലാം ഈശ്വരൻ തന്നെ. അവ വിഭിന്ന രൂപങ്ങളായി കാണപ്പെടുന്നത് മായ മൂലം. ഈ സത്യം സദാ ധ്യാനിക്കണം. എത്ര വലിയൊരു വിഷയത്തെയാണ് വളരെ ചുരുക്കി പറഞ്ഞതെന്ന് ആലോചിച്ചു. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവത്തിലും രൂപത്തിലും ഒക്കെയാണ്. പക്ഷെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് കടലിലെ തിരമാല. തിരമാല ഉയർന്ന് തീരത്തടിയുമ്പോൾ അതിങ്ങനെ കുറേ പതപതയായിട്ട് വരും. പിന്നെ കുറേ കുമിളകളായിട്ട് ഇങ്ങനെ വരും. പക്ഷേ ഇതെല്ലാം കടലിലെ വെള്ളം തന്നെയാണ്. ഏത് രൂപത്തിലാണോ കടലിലെ വെള്ളം പല ഭാവത്തിൽ രൂപത്തിൽ കരയ്ക്കടിയുന്നത് നമ്മൾ കാണുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും പ്രകൃതിയും എല്ലാം. ഇതെല്ലാ പ്രപഞ്ചവും ഈശ്വരനിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. ഈശ്വരന്റെ പല ഭാവങ്ങളും രൂപങ്ങളും ഒക്കെയാണ് ഈ കാണുന്നതെല്ലാം എന്ന് വളരെ ചെറിയൊരു കഥയിലൂടെ ഭഗവാൻ വിവരിക്കുകയാണ്.
ആത്മാവിൻ്റെ ഏകത അനുഭവിക്കാനേ കഴിയൂ, വിവരിക്കാനാവില്ല. അന്ധനായ ഒരുവനോട് ആനയെക്കുറിച്ച് എത്ര വിശദീകരിച്ചിട്ടും കാര്യമില്ല. എത്ര പറഞ്ഞാലും അവന് ആനയുടെ രൂപം ലഭിക്കില്ല. പക്ഷേ കണ്ണുണ്ടെങ്കിലോ ഒറ്റ കാഴ്ച മതി ആന എന്തെന്ന് വ്യക്തമാകും. അതുപോലെ ഗുരു നൽകുന്ന ദിവ്യദൃഷ്ടിയാൽ ജ്ഞാനം ആ നിമിഷം ഉദിക്കും. സായി എന്റെയോ നിന്റെയോ നമ്മുടെയോ അല്ല. അവിടുന്ന് സമസ്ത ജീവരാശികളിലും കുടികൊള്ളുന്ന പരമാർത്ഥ ചൈതന്യമാണ്. സായീശ്വരൻ അരുളിയ ചില കാര്യങ്ങൾ ചുവടെ ചേർക്കുന്നു. അത് എപ്പോഴും മനസ്സിൽ കരുതി വയ്ക്കും. എന്നെന്നും നമുക്കത് മാർഗദീപമായിരിക്കും. ഒരു ബന്ധവുമില്ലാതെ ആരും എങ്ങോട്ടും പോകുന്നില്ല. എന്തെങ്കിലും കടപ്പാടോ മുൻജന്മ ബന്ധമോ ഇല്ലാതെ ആരും ഒന്നും ചെയ്യുന്നുമില്ല. അതിനാൽ ആരെയും, മനുഷ്യനോ പക്ഷിമൃഗാദികളോ ആരായാലും, അവയെ നിന്ദയോടെ ആട്ടി അകറ്റരുത്. ആര് നിങ്ങളെ സമീപിച്ചാലും ആദരവോടെ പരിഗണിക്കുക. ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കണം. വിശപ്പുണ്ടെങ്കിൽ ആഹാരം നൽകുക. നഗ്നനാണെങ്കിൽ വസ്ത്രം നൽകുക. നിരാശ്രയനാണെങ്കിൽ ആശ്രയമേകുക. ഈ വിധം ചെയ്താൽ ഈശ്വരൻ പ്രസന്നമാവും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അതാണ്. അന്നദാനം മഹാദാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ വിശന്ന് വരുന്നവർക്ക് അന്നം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അന്നമാണ് വിശക്കുന്നവന് ദൈവം. ആ ഒരു കർമ്മമാണ് നമ്മളിവിടെ ആശ്രമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ നിങ്ങളോട് കടം ചോദിക്കാം. കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ അവന്റെ നേർക്ക് നായയെ പോലെ കുരച്ച് ചാടരുത്. നിങ്ങളെ നിന്ദിക്കുന്നവരുണ്ടാകും. ഒരിക്കലും അവരോട് തിരിച്ച് പരുഷവാക്കുകൾ ഉപയോഗിക്കരുത്. അവരെ വേദനിപ്പിക്കുകയും അരുത്. അവരോടും ക്ഷമിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം അനുഭവമായിരിക്കും. നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യാറ്? നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മളോട് പരുഷമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിലും ചിലപ്പോൾ കൂടുതലായിട്ടാവും അങ്ങോട്ട് പെരുമാറുക. എന്തരാന്ന് വെച്ചാൽ എതിരാന്ന് ചോദിക്കാന്ന് പറഞ്ഞ ഭാവത്തിൽ. പക്ഷെ ഭഗവാൻ പറയുന്നത് അതല്ല. എന്തരാന്ന് വെച്ചാലും നമ്മൾ ശാന്തമായിരിക്കണം എന്നാണ് ഭഗവാൻ പറയണേ. ലോകം കീഴ്മേൽ മറിയട്ടെ, നിങ്ങൾ അക്ഷോഭ്യനായി നിന്നുകൊള്ളണം. ഈ ജീവിത നാടകത്തെ മാറി നിന്ന് ശക്തമായി വീക്ഷിക്കൂ. എന്നെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന മതിൽ പൊളിക്കൂ. അപ്പോൾ നമുക്ക് ഇരുവർക്കും നന്നായി ബന്ധപ്പെടാനാകും. ഞാൻ നീ എന്ന ചിന്ത ശിഷ്യന്മാരുടെ ഇടയിൽ പാടില്ല. ആ ചിന്തയാണ് മേൽപ്പറഞ്ഞ മതിൽ. ഈശ്വരനാണ് നമുക്ക് ഉടയവൻ. അവിടുന്നല്ലാതെ രക്ഷകനായി മറ്റാരുമില്ല. അവിടുത്തെ പ്രവർത്തനങ്ങൾ അമൂല്യവും അചിന്ത്യവും അതുല്യവുമാണ്. അവിടുത്തെ ഇച്ഛയെ സർവ്വതും നടക്കൂ. ഭഗവാന്റെ ഇച്ഛ മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിക്കും. നമ്മെ നേർവഴിക്ക് നയിക്കും. നാം തമ്മിൽ കണ്ടുമുട്ടിയത് തന്നെ മുജ്ജന്മ ബന്ധത്താലാണ്. നമ്മൾ പറയില്ലേ, ഓ നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലേ, കണ്ടത് മുജ്ജന്മ സുഹൃതം കൊണ്ടാന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ നമ്മൾ വല്ല ദിവ്യന്മാരായിട്ടുള്ള ആൾക്കാരെ കാണാൻ പോകും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് അവിചാരിതമായിട്ട് ആ ദിവ്യന്മാരെ കാണാനായിട്ട് സാധിക്കുക. അപ്പം നമ്മൾ പറയും, അങ്ങേ കണ്ടത് മുജ്ജന്മ സുഹൃതം കൊണ്ടാണെന്നൊക്കെ പറയും. നമുക്ക് തമ്മിൽ സ്നേഹിക്കാം, സേവിക്കാം. ആരാണ് മരണമില്ലാത്തവൻ? ആത്മീയോന്നതി നേടി ജന്മസാഫല്യം നേടിയവൻ, അവനാണ് മരണമില്ലാത്തവൻ. മറ്റുള്ളവർ ശ്വാസം കഴിക്കുന്നത് കൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം. സായീശ്വരനെ പോലൊരു ഗുരുവിനെ കിട്ടണമെങ്കിൽ അതിമഹത്തായ ഭാഗ്യം തന്നെ വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവാന്റെ കയ്യിൽ നിന്നും കൽക്കണ്ണം കിട്ടുക എന്നൊക്കെ പറയാം. അതൊക്കെ എത്ര, അല്ലെങ്കിൽ ഭഗവാന്റെ വായിൽ നിന്ന് നേരിട്ട് അമൃതമൊഴികൾ നമുക്ക് ശ്രമിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഭാഗ്യം എന്താണ്? അന്നുള്ള ആൾക്കാരുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാനെ നേരിട്ട് കാണുകയും ഭഗവാന്റെ കയ്യിൽ നിന്ന് പ്രസാദം മേടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ.
മറ്റ് സായീശ്വരനെ പോലൊരു ഗുരുവിനെ കിട്ടണമെങ്കിൽ അതിന് മഹത്തായ ഭാഗ്യം തന്നെ വേണം എന്ന് പറയാണ്. ആര് ഏതു വിധത്തിൽ തന്നെ എന്നെ ആശ്രയിക്കുന്നുവോ ആ വിധം ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു എന്ന ഗീതാ തത്വം ഇവിടെ സ്മരിക്കുക. കർമ്മത്തിനനുസരിച്ച് ജ്ഞാനമുണ്ടാകും. സാധന ചെയ്യുന്നതിനനുസരിച്ച് സിദ്ധി നേടാം. ഗീത ഇപ്രകാരം അരുളുന്നു: ആരാണോ എന്നെ മറ്റാരും ശരണമില്ല എന്ന ഭാവത്തിൽ ആശ്രയിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും. അവന് ലഭിച്ചത് നഷ്ടപ്പെടാതെ ഞാൻ തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. യോഗക്ഷേമം ഹാമ്യഹം ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു മഹത് വചനമാണത്. സായീശ്വരന്റെ ഈ ഉപദേശാമൃതം കേട്ടപ്പോൾ ഒരു ഗീതാവചനം എനിക്ക് ഓർമ്മ വന്നു. യജ്ഞം കൊണ്ട്, അതായത് കർമ്മം കൊണ്ട് ദേവന്മാരെ പ്രസാദിപ്പിക്കൽ. അപ്പോൾ ദേവന്മാർ നിങ്ങൾക്ക് വേണ്ടത് നൽകും. നാം പ്രവർത്തിക്കുക, ഫലം ഈശ്വരൻ നൽകിയിരിക്കും. ഇപ്പോഴിങ്ങനെയല്ല. പ്രവർത്തിക്കാൻ നമുക്ക് വിമുഖത, പക്ഷേ ഫലം കിട്ടുകയും വേണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാന്ന് പറയില്ലേ, അതുപോലുള്ള ഒരു ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അവനവന്റെ പ്രവൃത്തിയിൽ ശ്രദ്ധയും ഭക്തിയും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അപ്പോൾ തീർച്ചയായും ആനന്ദഖനി കണ്ടെത്താനാകും. ആവശ്യപ്പെടാതെ തന്നെ ഭക്തന് വേണ്ട അനുഗ്രഹം സായീശ്വരൻ നൽകും. നമ്മൾ ഭഗവാനിൽ സറണ്ടർ ആയിരുന്നാലാണ് ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാവുക. ഭക്തനിൽ ഉണരുന്ന ശുഭനിശ്ചയങ്ങളെ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കും. അത് അനുഷ്ഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. തൃപ്പാദത്തിൽ ശരണാഗതി തേടിയാൽ അവിടുന്ന് എങ്ങനെ ഭക്തനെ സഹായിക്കുന്നു എന്ന് കേൾക്കൂ. ഒരു കഥ പറയാണ്. ആചാര്യന്മാർ അരുളിയിട്ടുണ്ട്: പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഒരു ശുഭചിന്ത മനസ്സിൽ ഉണർന്നാൽ ദൃഢനിശ്ചയത്തോടെ ആ ചിന്തയെ പിന്തുടരണം. അങ്ങനെ ആ ചിന്തയെ പരിപോഷിപ്പിക്കുമ്പോൾ മനം ആഹ്ലാദത്താൽ നിറയും, ബുദ്ധി തെളിയും. അപ്പോൾ ആനന്ദം അനുഭവിക്കാം. ഇതൊന്ന് പരീക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമായി. ഒരു ബുധനാഴ്ച രാത്രി ഉറങ്ങും മുമ്പേ വിചാരിച്ചു, നാളെ വ്യാഴം, പുണ്യദിനം, സ്ഥലമോ പവിത്രമായ ഷിർദിയും. നാളെ മുഴുവനും എനിക്ക് രാമനാമം ജപിക്കാനും സ്മരിക്കാനും കഴിയട്ടെ. അങ്ങനെ ചിന്തിച്ച് രാമരൂപം ധ്യാനിച്ച് ഉറങ്ങി. ഉണർന്നപ്പോൾ ആദ്യം മനസ്സിൽ അങ്കുരിച്ചത് രാമനാമം, രാമസ്മരണ. സന്തോഷമായി. നാവിന് എന്താണോ ഭഗവാൻ സമ്മാനിച്ചത് അത് ആ ജോലി ചെയ്തതായി തോന്നി. തലേ ദിവസത്തെ തീരുമാനം ഒന്നുകൂടി ഉറപ്പിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്തു. പിന്നീട് പൂക്കൾ സംഘടിപ്പിച്ച് സായി ദർശനത്തിനായിട്ട് ഇറങ്ങി. ബൂട്ടിവാടയിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഔറംഗാബാദ്കാർ ഇമ്പമായി പാടുന്നത് കേട്ടു. ഭക്തി രസപ്രധാനമായ ആ കീർത്തനത്തിന്റെ സാരം ഇതായിരുന്നു: ഞാൻ അനുഗ്രഹീതനാണ്. ഗുരുകൃപയാൽ അമൂല്യമായ രാമനാമം എനിക്ക് ആശ്രയമായിട്ട് ലഭിച്ചു. രാമൻ എനിക്കു അകമേയും പുറമേയും വിലസുന്നു. കിനാവിലും ഞാൻ കാണുന്നത് സീതാരാമന്മാരെ മാത്രം. ജനാർദ്ദന ശിഷ്യനായ ഏകനാഥൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം രാമൻ മാത്രം. സമസ്തവും രാമമയം. ഏകനാഥ സ്വാമികളുടെ ഈ കീർത്തനം ബാബയുടെ തിരുസന്നിധിയിൽ ആ ഭക്തൻ പാടുന്നത് കേട്ട് ഞാൻ ഭക്തിയാൽ വിവശനായി. ദയാമയിയായ സായീശ്വരി ഭക്തന്റെ ഉത്തമമായ തീരുമാനത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനായി ഒരുക്കിയ ദിവ്യരംഗമായിരുന്നു അത്. ഔറംഗാബാദ്കാരന് വേറെ എത്രയോ കീർത്തനങ്ങൾ അറിയാം. ഈ കീർത്തനം തന്നെ ആ സമയത്ത് എന്തുകൊണ്ട് പാടാൻ തോന്നി? അത് സായിലീല തന്നെ. ഭക്തന്റെ ചിന്തകളെ പരിപോഷിപ്പിക്കുക അവിടുത്തെ തീരുമാനമാണ്. തിരുനാമജപത്തിന്റെ മഹാത്മ്യം ആർക്ക് വിവരിക്കാനാകും? രാമനാമം എത്ര മഹനീയം! കവർച്ചക്കാരനായ കാട്ടാളനായ രത്നാകരൻ വാൽമീകി ആയത് ആ തിരുനാമം ജപിച്ചല്ലേ. രാമ എന്ന് ജപിക്കാൻ പോലും
സുഹൃതിയില്ലാത്തതിനാൽ കാട്ടാളൻ ജപിച്ചത് മരാമരാമ രാമ രാമ, അവസാനം മരാമരാന്ന് ജപിക്കുമ്പോൾ അവസാനം രാമരാമയായിട്ട് മാറും. അതുപോലെയാണെന്ന് അർത്ഥം. അങ്ങനെ മര നിരന്തരം ജപിച്ച് അത് രാമ എന്നായി. ഫലമോ കാട്ടാളൻ മഹാമഹർഷിയായിട്ട് മാറി. എന്തിന്? രാമചരിതവും എഴുതി. വാൽമീകിയെ കുറിച്ചാണ് പറയുന്നത്. നിരന്തരം രാമനാമം ജപിക്കുന്നവൻ ജനന മരണ ചക്രത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടും. എവിടെ രാമനാമം ജപിക്കുന്നുവോ അവിടെ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം ഭക്തരക്ഷയ്ക്കായി കറങ്ങിത്തിരിയുന്നുണ്ടാകും. ഭക്തന്റെ സമഗ്രമായ വളർച്ചയിൽ അത്യന്തം ശ്രദ്ധാലുവായിരുന്നു സായീശ്വരൻ. ഭക്തനെ ഉപദേശിക്കാനും വേണമെങ്കിൽ ശാസിക്കാനും അവിടത്തേക്ക് പ്രത്യേകമായി ഒരു ഇടമോ സമയമോ വേണ്ടിയിരുന്നില്ല. ഭക്തന്മാരുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ ശാസിക്കുകയും ചെയ്യും, അതുപോലെ രക്ഷിക്കുകയും ചെയ്യും, ഉപദേശിക്കുകയും ചെയ്യും. പിന്നെ വേറൊരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ ഒരു ഭക്തൻ പരദൂഷണം പറയുന്നതിൽ അതിതൽപരൻ. ഇപ്പോഴത്തെ പൊതുവെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ. മറ്റുള്ളവരിലെ മേന്മകൾ കാണാൻ അയാൾക്ക് കഴിയാറില്ല. പക്ഷേ അവരിലുള്ള കുറവുകളെല്ലാം നന്നായി മനസ്സിലാക്കുകയും ചെയ്യും. അത് പറയാവുന്നിടത്തൊക്കെ പറയും. ഇയാളുടെ പരദൂഷണം കേട്ടിരിക്കുന്നവർക്ക് കൂടി അതൃപ്തിയായി. പരദൂഷണക്കാരെ കുറിച്ച് ആചാര്യന്മാരുടെ അഭിപ്രായം എന്തെന്നറിയണ്ടേ? അഴുക്ക് കളയുവാൻ നാം സോപ്പും വെള്ളവും ഉപയോഗിക്കുന്ന പോലെ പരദൂഷണക്കാരൻ തന്റെ നാവ് കൊണ്ട് അന്യരുടെ മാലിന്യങ്ങൾ നക്കി വൃത്തിയാക്കുകയാണ്. അങ്ങനെ അയാൾ വിമർശിക്കപ്പെടുന്നവനെ സത്യത്തിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ചിന്തിച്ചാൽ പരദൂഷണക്കാരനെ നമുക്ക് പ്രശംസിക്കാൻ തോന്നുന്നതാണ് പറയണത്. എങ്ങനെയുണ്ട്? അതായത് ഈ പരദൂഷണം പറയുന്നത് നമ്മളുടെ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരുടെ സർവ്വദോഷങ്ങളും അകലാനായിട്ടത് സാധിക്കുന്നതാണ് പറയുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞത് നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് ശരീരം കഴുകുന്നത് പോലെയാണെന്നർത്ഥം. രണ്ടാമതായി, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടി നാം സ്വയം മെച്ചപ്പെടാൻ അയാൾ സഹായിക്കുന്നു. നമ്മളുടെ കുറവുകളെ കുറിച്ച് ഒരാൾ പറയുകയാണെങ്കിൽ നമുക്കത് കേട്ടിട്ട് ആ കുറവുകളെ നിവർത്തി നമുക്ക് നേരെയാവാനായിട്ട് സാധിക്കും. അതും ഈ പരദൂഷണക്കാരെ കൊണ്ടുള്ള ഉപകാരമാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഭാവി അയാൾ സുരക്ഷിതമാക്കുന്നു. ഒരാളുടെ കുറവ് പറയേണ്ടി വന്നാൽ അയാളോട് നേരിട്ട് പറയണം, അല്ലാതെ നിന്ദിക്കുകയോ അപഹസിക്കുകയോ അല്ല ചെയ്യേണ്ടത്. മറ്റൊരുവിനിൽ കുറ്റം കണ്ടെത്തുമ്പോൾ ആ കുറ്റം ആദ്യം നമ്മളുടെ മനസ്സിലാണ് പതിയുന്നത്. അങ്ങനെ നാം സ്വയം കളങ്കപ്പെടുകയാണെന്ന് മറക്കരുത്. സായീശ്വരൻ പരദൂഷണക്കാരനെ ലണ്ടിത്തോട്ടത്തിലേക്ക് പോകും വഴി കണ്ടു. അപ്പോൾ തെല്ലുമാറി അവിടെ നിന്ന ഒരു പെൺപന്നി താഴെ കൊടുക്കുന്ന മലം വളരെ സ്വാദോടുകൂടി കഴിക്കുന്നുണ്ടായിരുന്നു. സർവ അന്തര്യാമിയായ ബാബ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരദൂഷണക്കാരനോട് പറഞ്ഞു, നോക്കൂ, എന്തൊരു സ്വാദോടുകൂടിയാണ് അവൾ അത് ഭക്ഷിക്കുന്നത്. നീയും ഇതുതന്നെയല്ലേ ചെയ്യുന്നത്? സഹോദരങ്ങളെ മതിവരുവോളം നീ ദുഷിക്കുന്നു. വളരെയേറെ പുണ്യം ചെയ്തിട്ടാണ് നിനക്ക് ഈ മനുഷ്യ ശരീരം ലഭിച്ചത്. എന്നിട്ടും ഇങ്ങനെ പരദൂഷണവുമായി നടന്നാൽ ഷിർദിക്ക് നിന്നെ എങ്ങനെ സഹായിക്കാനാകും? അവിടുത്തെ വാക്കുകൾ ഭക്തന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. അയാൾ ഒരിക്കലും മറക്കാത്ത ഒരു പാഠം അയാൾക്ക് കിട്ടി എന്ന് പറയാണ്. ഈ അരുളപ്പാടുകൾ മനസ്സിൽ സൂക്ഷിച്ചാൽ നമുക്ക് നന്ന്. ചിലർ പറയാറുണ്ട്, എനിക്ക് ഉറച്ച വിശ്വാസവും ഭക്തിയും ഉണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് വേണ്ടതെല്ലാം ഭഗവാൻ നൽകും. അത് ശരി തന്നെ. വിശപ്പ് ശമിക്കാനും നാണം മറയ്ക്കാനും അത് ഉള്ളത് ഭഗവാൻ തരിക തന്നെ ചെയ്യും. പക്ഷേ ആത്മീയ കാര്യത്തിൽ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. അതിന് പണിയെടുക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ സ്വയം വഞ്ചിതനാകും. വിതയ്ക്കുന്നതേ കൊയ്യാനാകും.
അതുകൊണ്ട് അവിടുത്തെ അമൃതോപദേശങ്ങൾ നാം ജീവിതത്തിൽ ശീലിക്കുക തന്നെ വേണം. ഇതും സായീശ്വരന്റെ വചനങ്ങൾ തന്നെയാണല്ലോ. അതായത് ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ശീലിച്ചു പോരെന്ന് പറയണം. ഭക്തി വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുണ്ടാവണമെങ്കിൽ നമുക്ക് ധ്യാനം, ജപം, പല കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. ബാബയുടെ വാക്കുകൾ കേൾക്കുന്തോറും ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹൃദയം ഭക്തിവിശ്വാസങ്ങളാൽ പൂർണ്ണമെങ്കിൽ അവയുടെ വേരുകൾ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. സായീശ്വരൻ അരുളുന്നു, ഞാൻ എല്ലായിടത്തുമുണ്ട്. കരയിലും കടലിലും കാട്ടിലും തിരക്കിലും തിക്കിലും വിജനതയിലും എങ്ങും എവിടെയും ആകാശമണ്ഡലത്തിലും ഞാൻ നിറഞ്ഞിരിക്കുന്നു. ഞാനില്ലാതെ ഒരിടവുമില്ല. ഞാൻ ഈ 3 മുഴം ശരീരത്തിൽ ഒതുങ്ങുന്നു എന്ന് കരുതുന്നുവോ? അത്തരക്കാരുടെ സംശയം മാറ്റാനാണ് ഈ അവതാരം. ഇരവ് പകൽ എന്നെ ചിന്തിക്കുന്നവർ എന്നോട് ഏകീഭവിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഭഗവാനിലെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നാൽ, ഭഗവാനെ മാത്രം വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അവസാനം നമ്മൾ ഭഗവാനിൽ ലയിച്ചു ചേരുന്നാണ് പറയണത്. ഭഗവാനും നമ്മളും ഒന്നായി മാറുന്നു പറയുകയാണ്. ശർക്കരയിൽ നിന്നും മധുരം വേർപെട്ടേക്കാം. കടലിൽ തിരമാലകൾ ഇല്ലാതാകാം. പക്ഷേ എൻ്റെ ഭക്തൻ എന്നെ വിട്ടുപോകില്ല. ഞാനില്ലാതെ അവനില്ല. ജനനമരണ ചക്രത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ധർമ്മനിഷ്ഠനായി ജീവിക്കുക തന്നെ വേണം. അതിനായി മനം ശുദ്ധവും ശാന്തവുമായി സൂക്ഷിക്കുക. ഒരിക്കലും പരുഷമായി ആരോടും സംസാരിക്കരുത്. വാക്കുകൾ കൊണ്ട് ആരെയും മുറിപ്പെടുത്തരുത്. എന്ന് പറയാണ്. നിന്റെ മനസ്സും ബുദ്ധിയും എനിക്കേകൂ. ഭഗവാന് കൊടുക്കാൻ പറയാണ്. നമ്മുടെ മനസ്സും ബുദ്ധിയൊക്കെ എനിക്കേകൂ, ഭഗവാന് കൊടുക്കുമെന്ന് പറയണം. അവിടെ ഞാനല്ലാതെ മറ്റാരും വേണ്ടതില്ല. അങ്ങനെയായാൽ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന ആകുലത കൂടി ഉണ്ടാകില്ല. അവൻ നിർഭനായിത്തീരും, ഭയമില്ലാത്തവനായിത്തീരുന്നു പറയാണ്. എന്റെ കഥകൾ കേൾക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്ന ഭക്തൻ, എന്നോട് മാത്രം ഭക്തിയുള്ള ഭക്തൻ, തീർച്ചയായും അവൻ എന്നോട് ചേരും. എന്റെ നാമം സ്വീകരിക്കൂ, എന്നിൽ ശരണാഗതനാകൂ. പക്ഷേ ഞാൻ ആരെന്നറിയാൻ എന്റെ കഥകൾ കേൾക്കൂ, അവയെ ധ്യാനിക്കൂ. ഭഗവാൻ ആരാണെന്ന് അറിയണമെങ്കിൽ അറിയാത്ത ഒരാൾക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാനെ കുറിച്ച് അറിയുകയൊക്കെ, ആ ശുദ്ധിയെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്താലാണ് ഭഗവാൻ ആരാണെന്ന് അറിയാം. അതിന് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പറയാണ് ഭഗവാൻ. ഓരോരുത്തരോടും ബാബ കൽപ്പിച്ചത് അവരവർക്ക് ഉചിതമായ മാർഗമായിരുന്നു. നാമജപം, കഥാശ്രവണം, രാമായണ പാരായണം, ഭജന, പാദസേവ, ഗീതോപനിഷത്തുക്കളുടെ പഠനം, ഇങ്ങനെ എത്രയോ വിഭിന്നമായ മാർഗങ്ങൾ അവിടുന്ന് ഉപദേശിച്ചു. ഭക്തന്മാരോട് ഓരോരുത്തരോട് ഓരോന്ന് പറയാം. ചിലരോട് പറയും പോയി നാമം ജപിക്കാൻ പറയും, ചിലരോട് പറയും രാമായണം വായിക്കാൻ പറയും. അങ്ങനെ ഓരോരുത്തരോടും ഓരോ കാര്യങ്ങളാണ് പറയുക. ചിലർക്ക് നേരിട്ട് ഉപദേശം നൽകി, ചിലരുടെ സ്വപ്നത്തിലെത്തി അവിടുന്ന് വഴി കാണിച്ചു. ചിലവർക്ക് സ്വപ്നത്തിലെത്തിയിട്ടാണ് ഭഗവാൻ വഴി കാണിക്കാറ് എന്നർത്ഥം. ഒരിക്കൽ ഒരു മദ്യപന്റെ സ്വപ്നത്തിലെത്തി ബാബ. അവിടുന്ന് അവന്റെ നെഞ്ചിൽ കയറി ഇരുന്ന് അമർത്തി. തന്റെ നെഞ്ചിൻ കൂട് തകരുമെന്ന് തോന്നിയതോടെ ഇനി മദ്യം തൊടില്ല എന്നവൻ പ്രതിജ്ഞ ചെയ്തു. അതോടെ മാത്രമാണ് ഭയങ്കരമായ ആ സ്വപ്നാനുഭവം മറഞ്ഞത്. നല്ല മദ്യപാനിയായ ഒരാളുടെ മേല് ഭഗവാൻ സ്വപ്നത്തിൽ കയറിയിരുന്നു എന്ന് പറയാണ്. കയറിയിരുന്നപ്പോൾ ഭഗവാന്റെ ഭാരം കൊണ്ട് അയാൾക്ക് ശ്വാസം മുട്ടി, ആകെ വിമിഷ്ടം മുട്ടി അയാൾക്ക്. പക്ഷെ എന്താണ് സംഭവിക്കണമെന്ന് അയാൾക്ക് അറിയില്ല. സ്വപ്നത്തിലാണ്, പക്ഷെ അയാളെല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ സ്വപ്നത്തിൽ തന്നെ അയാൾ പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ ഇനി മദ്യപിക്കില്ല എന്ന്. അങ്ങനെ അയാൾ നേരിയായി കഥ പറയുകയാണ്. ഒരിക്കൽ ഒരു ഹഠയോഗിക്ക് അവിടുന്ന് സന്ദേശം കൊടുത്തു വിട്ടു. ഹഠയോഗം നിർത്തൂ, ക്ഷമയോടെ കാത്തിരിക്കൂ. ഗുരു ബ്രഹ്മ തുടങ്ങിയ മന്ത്രങ്ങൾ ഒരു ഭക്തന് സ്വപ്നത്തിൽ ബാബ ഉപദേശിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും അവിടുന്ന് പലവട്ടം ഉപദേശിച്ചിട്ടും നാം അനുസരിച്ചില്ലെങ്കിലോ? ബാബ തന്നെ അരുളുന്നു, എന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് എന്റെ വാക്കുകൾ സ്വീകരിക്കാതെ അനുസരിക്കാതെ കഴിഞ്ഞാൽ അത്തരക്കാരെ ഞാൻ ദൂരെ എറിയും.
തന്നെ അനുസരിക്കുന്നവരെ അവിടുന്ന് കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. ഭഗവാൻ പറയാണ്, എൻ്റെ ശാസന അല്ലെങ്കിൽ എൻ്റെ ആജ്ഞ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ മനസ്സിൽ നിന്ന് തന്നെ ഭഗവാൻ എടുത്തെറിയും. മനസ്സിൽ പിന്നെ ഉണ്ടാവില്ല. പക്ഷേ അനുസരിക്കുന്നവനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഭഗവാൻ സംരക്ഷിക്കും. അതാണ് പറയണേ, യു ലുക്ക് ടു മീ ഐ ലുക്ക് ടു. എന്നെ നോക്കിയാൽ ഞാൻ എന്നെ നോക്കും, ഇല്ലെങ്കിലോ നോക്കില്ല. ഒരു നട്ടുച്ച നേരം ബാബ രാധാകൃഷ്ണമായിയുടെ ഗൃഹത്തിനടുത്തെത്തി. ബാബയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പോലും വയ്യ, ക്ഷീണിതൻ. കൂടെ സഹായികളുണ്ട്. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്നവരോട് അവിടുന്ന് പറഞ്ഞു, ഒരു കോണി കൊണ്ടുവരും. ആരോ ഒരാൾ തിരക്കിട്ട് കോണിയുമായി എത്തി. ബാബ ഗോൺഖണ്ഡറിന്റെ വീടിനു മേലെ കോണി ചാരി വെച്ചു. അതിനുശേഷം അവിടുന്ന് കോണിയിലൂടെ മേൽക്കൂരയിൽ കയറി. എന്തിനെന്ന് ആർക്കും ഒരു എത്തും പിടുത്തവും കിട്ടിയില്ല. അതിനുശേഷം ബാബ രാധാകൃഷ്ണമായിയുടെ വീടിന്റെ മേൽക്കൂരയിലേക്ക് കടന്നു. ഈ സമയം രാധാകൃഷ്ണമായി താഴെ വീട്ടിൽ കടുത്ത മലമ്പനി പിടിച്ച് വിറച്ചു കിടക്കുകയായിരുന്നു. ഇതൊരു പക്ഷേ രോഗമകറ്റാനുള്ള അവിടുത്തെ പ്രത്യേക രീതിയായിരിക്കും എന്ന് ഇവർ ചിന്തിക്കുകയാണ്. ബാബ മേൽക്കൂരയിലൂടെ മറുഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും ഭക്തന്മാർ കോണി അവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിലൂടെ ബാബ താഴെ ഇറങ്ങി. നിലത്ത് തൃപ്പാദങ്ങൾ വച്ച ഉടനെ അവിടുന്ന് 2 രൂപ കോണിയുടെ ഉടമസ്ഥനും നൽകി. കൂടെ ഉണ്ടായിരുന്ന പലർക്കും അത്ഭുതം തോന്നി. എന്തിന് ഇത്രയേറെ പണം കൊടുക്കുന്നു? അതിന്റെ ആവശ്യമെന്ത്? ഒരാൾ ബാബയോട് ചോദിക്കുകയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ഒരിക്കലും ആരിൽ നിന്നും ചെറിയൊരു അധ്വാനം പോലും സൗജന്യമായി സ്വീകരിക്കരുത്. ബാബയുടെ ഉദ്ദേശം ആർക്കറിയാം? പക്ഷെ അവിടുത്തെ വാക്കുകൾ സ്വീകരിച്ചാൽ അത് നന്മയിലേക്ക് നയിക്കൂ. തൊഴിൽ രംഗത്ത് ഈ തത്വം നടപ്പിലാക്കിയാൽ എത്ര നന്ന്. സർവേശ്വരനായ സായീശ്വരന്റെ തൃപ്പാദത്തിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഓം ജയ് സായിറാം, നമഃശിവായ. അടുത്തത് 20-ാം അധ്യായമാണ്, ഉപനിഷത്ത് സാരം. സായിറാം.